ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ക്യാപ്റ്റൻ ആണെങ്കിൽ മല്ലികാമയും ചിത്തിരയും കൈയോടെ പൊക്കി പൊളിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നാണമുണ്ടോ നിങ്ങൾക്കൊരു കൊച്ചുകുട്ടി അവളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എന്തെങ്കിലും തരുമ്പോഴത്തേക്കും അത് വാങ്ങി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങളുടെ തൊലിക്കെട്ടി അപാരം തന്നെ. ഇതെനിക്ക് വച്ചു പൊറപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇവരതിനുള്ള ശിക്ഷ അനുഭവിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട് കേട്ടോ, ഞാനാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്, ഈ സ്ത്രീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അല്ല, ഇവർ തന്നെ അനുഭവിക്കണം, എന്നാലേ നിനക്ക് വേദനിക്കത്തുള്ളൂ. ഇവർ ഇന്നത്തെ ദിവസം മുഴുവൻ പട്ടിക്കൂട്ടി കിടക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ ശംഖു ചോദിക്കുന്നുണ്ട്, പട്ടിക്കൂട്ടിലോ? എന്ത് മനുഷ്യത്വമില്ലായ്മയാണ് രേണു പറയുന്നതെന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. ഇതെൻ്റെ തീരുമാനമാണെന്നും അതിനിവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോകട്ടെ എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ചിത്തിര ആകെ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ക്യാപ്റ്റൻ, ഇത് ദ്രോഹമാണെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാനാണ് പട്ടിക്കൂട്ടി കിടക്കേണ്ടതെന്ന് ചിത്തിര പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ പറയും, നീ പട്ടിക്കൂട്ടി കിടന്നാൽ നിനക്ക് വേദനിക്കില്ല, നിനക്ക് വേദനിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവർ പട്ടിക്കൂട്ടി കിടക്കണം. എന്താ ഇവർക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലേ എന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നു. അപ്പോൾ ഉടനെ മല്ലികാം പറയുന്നുണ്ട്, ജി മേം സാബ് ഞാൻ ചെയ്തോളാം എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഇവരത് ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. ഇവർക്കിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഇന്നത്തെ ദിവസം പട്ടിക്കൂട്ടി കിടന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നു. വേണ്ട രേണു, ഇത് കുറച്ച് കൂടുതലാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലികാമ പറയുന്നുണ്ട്, കുഴപ്പമില്ല സാർ, ഞാൻ പട്ടിക്കൂട്ടിൽ കിടന്നോളാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നാൽ പിന്നെ താമസിക്കേണ്ട, ഇപ്പം തന്നെ പട്ടിക്കുട്ടി കിടന്നാൽ മതി എന്ന് പറയുന്നു. പട്ടിക്കൂട് എവിടെയാണെന്ന് മല്ലികാമ്മ ചോദിക്കുന്നു. അതിനെന്താ, ഞാൻ കാണിച്ചു തരാമല്ലോ, അവിടെ കിടന്ന് വേണമെങ്കിൽ 2 കൊരയും കൂടെ കുരച്ചോ, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞുകൊണ്ട് മല്ലികാമ്മയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ചിത്തിര ആകെ പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. കൊണ്ടുപോകരുത് ക്യാപ്റ്റൻ എന്ന് ചിത്തിര പറയുന്നുണ്ട്. പിന്നീട് ക്യാപ്റ്റൻ കൊണ്ടുപോയി പട്ടിക്കൂട്ടിലാക്കിയിട്ട് മല്ലികാമ്മയെ പൂട്ടിയിടുക കേട്ടോ ചെയ്യുന്നത്. കുറേ നാളായി ഇതിനകത്ത് ആരെങ്കിലും കയറിയിട്ട്, നീ എന്തായാലും ഇവിടെ കിടക്ക്, 2 കൊരയും കൂടെ വേണമെങ്കിൽ നീ കുറച്ചോന്ന് പറയാട്ടോ ചെയ്യുന്നത്. രേണു, ഇതൊക്കെ മഹാപാപമാണെന്ന് ശംഖു നിന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ മല്ലികാമയ്ക്കാണെങ്കിൽ അവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്ന നാറ്റവും മറ്റും കാരണം കേട്ടോ. നീ ഇവിടെ തന്നെ കിടക്കണം, നീ ചെയ്ത് കൂട്ടിയ തെറ്റിന് ഇത് തന്നെയാണ് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശംഖു പറയുന്നുണ്ട്, വേണ്ട രേണു, ഇത് കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിക്കുന്നു. അയ്യോ വന്നല്ലോ സർട്ടിഫിക്കറ്റുമായിട്ട്, ദൈവം പോലും പൊറുക്കില്ല എന്ന് ശംഖു പറയാട്ടോ ചെയ്യുന്നത്. ദൈവം പൊറുക്കണ്ട, ഇതൊക്കെയാണ് എൻ്റെ രീതികളനുസരിച്ച് നിൽക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനുള്ള ശിക്ഷ ഇവർ അനുഭവിക്കുക തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ എന്നിട്ട് ക്യാപ്റ്റൻ അങ്ങ് പോകുമ്പോൾ ശങ്കർദാസ് മല്ലികാമ്മയോട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കുക, എങ്ങനെ നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറഞ്ഞു, സാരമില്ല സാർ, ഇന്നെൻ്റെ പിറന്നാളാണ്, അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു, അതിനെനിക്ക് കിട്ടിയ ഒരു ശിക്ഷ തന്നെയാണിത്. ഞാൻ അപ്പം തന്നെ വിചാരിച്ചതാണ് എന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത ഉറപ്പായിട്ടും വരുമെന്ന്, ഇപ്പോൾ അത് കിട്ടി എന്ന് പറയാട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. അപ്പോഴത്തേക്കും ചിത്തിര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ചിത്തിര നിന്ന് പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. ഞാൻ കാരണമാണ് അച്ചമ്മയ്ക്ക് ഈ അവസ്ഥയെല്ലാം വന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എല്ലാം നിനക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. ഉടനെ ശംഖുവിനോട് മല്ലികാമ്മ പറയാട്ടോ ചെയ്യുന്നത്, എൻ്റെ മോക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണം വരെ കൊടുക്കും, ഇവർക്ക് വേണ്ടി എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് മല്ലികാമ്മ പറയുന്നു. അച്ചമ്മ ഇതിനകത്ത് കയറണ്ടായിരുന്നു, ഞാനല്ലേ തെറ്റ് ചെയ്തത്, അച്ചമ്മ എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മല്ലികാമ്മ പറയുന്നുണ്ട്, ഇത് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ക്യാപ്റ്റൻ നടത്തിയ ഒരു ശ്രമം തന്നെയാണ്, നീ അവിടെ വെച്ച് എന്നെ അച്ചമ്മയെന്ന് വിളിക്കുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ നീ വിളിച്ചില്ല, അതെന്തായാലും നന്നായി. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതുപോലെ ഞാൻ നിൻ്റെ അച്ചമ്മയാണോ എന്നൊക്കെ സംശയം ക്യാപ്റ്റനുണ്ട്. അത് അവർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്തത്. എന്നെ പട്ടിക്കൂട്ടിൽ അടയ്ക്കുമ്പോൾ നീ എന്ത് പ്രതികരിക്കുമെന്ന് അവർക്ക് അറിയണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തതെന്ന് പറയുന്നു. നീ എന്തായാലും അതിൽ അവരുടെ വലയിൽ വീണില്ല, സൂക്ഷിക്കണം ചിത്തു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എനിക്ക് എന്തായാലും നീയാണ് ഏറ്റവും വലുത്, നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് മല്ലികാമ്മ പറയുന്നുണ്ട്. അതുകൊണ്ട് മോളെ നീ കരയണ്ട, ഇവിടെ കൂടുതൽ നിൽക്കേണ്ട, പൊയ്ക്കോ വേഗം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് മല്ലികാമ്മ പറയുന്നുണ്ട് ചിത്തിരയുടെ എടുക്കുക, എനിക്ക് ഇങ്ങനൊരു പിറന്നാൾ ആഘോഷം തന്നതിൽ വളരെ നന്ദിയുണ്ടെന്ന് പറയാം, താങ്ക് യു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. 2 അർത്ഥമുണ്ട് കേട്ടോ. പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ചിത്തിരയാണ്, ചിത്തിര കാരണമാണ് മല്ലികാമ്മയ്ക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നതും അതിനും ആക്കിക്കൊണ്ടൊരു നന്ദിയായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ പിറന്നാൾ നല്ല രീതിയിൽ ആഘോഷിച്ചു, നല്ല സദ്യയൊക്കെ കഴിക്കാനായിട്ട് സാധിച്ചു, കുറച്ച് നേരം ബീച്ചിലൊക്കെ കറങ്ങാനും സാധിച്ചു, അതിനും കൂടെ ചേർത്തിട്ട് ആ ഒരു നല്ല രീതിയിലുമുള്ളൊരു താങ്ക്സ് ആകും കേട്ടോ. 2 രീതിയിലും മല്ലികാമ്മ ചിത്തിരയോട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചിത്തിരയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഇങ്ങനൊരു ആഘോഷം നടത്തിയതും മറ്റും കാരണമാണ് അച്ചമ്മയ്ക്ക് ഈ ഗതി വന്നതെന്നും എൻ്റെ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും കാരണമെന്നും പറഞ്ഞുകൊണ്ട് ചിത്തിര നിന്നങ്ങ് പൊട്ടി കരയാട്ടോ ചെയ്യുന്നത്. മോളെ കരയല്ലേ, ഇവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിത്തു അവർക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടും,
ഒരു കാരണവശാലും അതിന് നമ്മൾ ഇട കൊടുക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് ചിത്തു മോളെ നീ പൊയ്ക്കുമെന്ന് പറഞ്ഞ് മല്ലികാമ്മ ചിത്തിരയെ പറഞ്ഞു വിടുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് മല്ലികാമ്മ അതിനകത്ത് കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട് തൻ്റെ അവസ്ഥ ഓർത്തിട്ട് കേട്ടോ. പിന്നീട് രാഗിണി തുണി അലക്കുന്ന സമയത്ത് മഹേഷിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് സ്വർണ്ണക്കടയിലെ ബില്ല് കിട്ടുക കേട്ടോ ചെയ്യുന്നത്. ഒരു വള വാങ്ങിച്ച ബില്ലാണ് കിട്ടുന്നത് കേട്ടോ. ഇത് കാണുന്ന രാഗിണി കലിയും തുള്ളിക്കൊണ്ട് അങ്ങോട്ട് ചെയ്യുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വള മേടിച്ചതെന്ന് ചോദിക്കാത്ത ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് ചോദിക്കുന്നു, വളയോ? എന്ത് വള? ഞാനൊരു വളയും മേടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ചാടി എണീക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ബില്ല് എന്തിൻ്റെയാണ്? നിങ്ങൾ വള മേടിച്ചതിൻ്റെ ബില്ലല്ലേ ഇത്? നിങ്ങളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മഹേഷിന് സത്യം പറയാതിരിക്കാൻ നിവർത്തി വരുന്നു. ഓ ഇതാണോ? ഇത് ഞാൻ മേടിച്ചില്ല, ചിത്തിര വാങ്ങിച്ചതാണെന്ന് പറയുന്നത്. കാരണം ബില്ലിൽ ചിത്തിരയുടെ പേരാണ് കേട്ടോ ഉള്ളത്. ചിത്തിരയോ? ചിത്തിര എന്തിനാണ് വള മേടിച്ചതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് മഹേഷിൻ്റെ അടുക്കൽ രാഗിണി. അപ്പോൾ ഉടനെ തന്നെ അത് മല്ലികാമ്മയുടെ പിറന്നാളായിരുന്നില്ലേ ഇന്നലെ, അതിന് മല്ലികാമ്മയ്ക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിത്തിര വള വാങ്ങിയെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഓഹോ ആണോടാ, ശരിയാണോടാ എന്ന് ഉടനെ ഹരിയോട് ചോദിക്കുന്നത്. ഹരി ഉണ്ടായിരുന്നു, ഈ ചോദിച്ചു നോക്കുമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഹരി പറയുന്നു, അതേ അമ്മേ, മല്ലികാമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ, ചിത്തിരയാണ് വാങ്ങിച്ചതെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. രണ്ടുപേരും കൂടി ഇങ്ങനെ അവരുടെ പിറകെ നടന്നോ? നിങ്ങൾക്കൊന്നും നാണോ മാനോ ഇല്ലേന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് രാഗിണി. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് പറയുന്നുണ്ട്, അതിനെന്താ, മല്ലികാമ്മയുടെ പിറന്നാളിന് ചേച്ചിക്ക് ഒരു വള മേടിച്ച് ചിത്തു കൊടുക്കണമെന്ന് പറഞ്ഞു, ഞങ്ങൾ കൂടെ പോയി. അതിന് ഇത്ര നാണോ മാനത്തിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കത്തില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഹരിയും പറയും. അപ്പോൾ നീയും കൂടെ കൂടിയും ചോദിക്കുന്നു. ചിത്തിര എൻ്റെ നല്ല ഫ്രണ്ടാണ്, ഞാൻ ചിത്തിരയ്ക്കൊപ്പം നിൽക്കുമെന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാഗിണി പറയുന്നുണ്ട്, മല്ലിക അവരുണ്ടല്ലോ, അവർ ആയിട്ട് ക്യാപ്റ്റൻ്റെ വീട്ടിലാണ് ഉള്ളതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഈ ചിത്തിരയ്ക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത് ഈ വള മേടിക്കാനായിട്ട്? അപ്പോൾ ഉടനെ മഹേഷ് പറയുന്നുണ്ട്, അവരുടെ കയ്യിലൊരു മാല ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്. ക്യാപ്റ്റൻ അറിയാമോ എന്ന് ചോദിക്കുന്നു. പിന്നെ ക്യാപ്റ്റൻ അറിയാമായിരിക്കും എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഇന്ന് എല്ലാ വിവരവും ഞാൻ ക്യാപ്റ്റൻ എടുക്കാൻ പറയും, ഇന്നത്തോടു കൂടി ഈ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയും. രാഗിണി നീ ചതിക്കല്ലേ, അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ, ഒന്നും നീ പറയല്ലേ എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഹരിയും എന്ന് പറയുന്നുണ്ട് കേട്ടോ, അമ്മ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്ക് രാഗിണി പറയുന്നത്, ഇത് അവസാനത്തെ അവസരമാണെന്നും ഇനി ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് തരില്ല എന്നൊന്നും, ഇനി അവരുടെ പുറകെ തോന്നിവാസം കാണിച്ച് നടക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ സത്യം ക്യാപ്റ്റൻ്റെ അടുക്ക പോയി പറയുമെന്നും അതോടുകൂടി നിങ്ങളുടെ ഈ നാടകമൊക്കെ അവസാനിക്കുമെന്നും അതോടുകൂടി ക്യാപ്റ്റൻ അവരെ ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. വെറുതെ എന്നെ കൊണ്ട് കടുങ്കയൊന്നും ചെയ്യിപ്പിക്കരുതെന്ന് രാഗിണി പറയാട്ടോ ചെയ്യുന്നത്. അതും പറഞ്ഞ് ചാടിത്തുള്ളി രാഗിണി അകത്തേക്ക് പോകുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് ഹരിയുടെ അടുത്ത്, നിൻ്റെ അമ്മ എങ്ങനെ അറിഞ്ഞിട്ടാ മല്ലികാമ്മ ചിത്തിരയുടെ കൂടെ ക്യാപ്റ്റൻ്റെ വീട്ടിലാണെന്ന്? അമ്മയല്ലേ ആള്, അതാണ് അമ്മ, എല്ലാ രഹസ്യവും അമ്മ കണ്ടുപിടിക്കും, ഇനി സൂക്ഷിക്കണമല്ലോ എന്ന് മഹേഷ് പറയുമ്പോഴത്തേക്കും, സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ബില്ലിൽ ചിത്തിരയുടെ പേരായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലയെന്നുണ്ടെങ്കിൽ അവളെന്നെ ഇപ്പോൾ പഞ്ഞി കിട്ടേനെന്ന് മഹേഷ് പറയുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ജ്വല്ലറിയിൽ നിന്നും ആ ജ്വല്ലറി ഉടമ വരിക കേട്ടോ ചെയ്യുന്നത്. ചിത്തിരയ്ക്കുള്ളൊരു സമ്മാനവുമായിട്ടാണ് വരുന്നത്. എല്ലാ ദിവസവും അവരുടെ ജ്വല്ലറിയിൽ നറുക്കെടുപ്പ് നടക്കും. അപ്പോൾ അന്ന് സ്വർണം വാങ്ങിച്ചവരിൽ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് സമ്മാനവും കൊടുക്കും കേട്ടോ. അപ്പോൾ ക്യാപ്റ്റനും സംഘം കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും അയാൾ വന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിത്തിരയുടെ വീട് ഇതല്ലേ? ചിത്തിര എൻ്റെ കടയിൽ നിന്ന് ഒരു വള വാങ്ങിയിരുന്നു, ഞങ്ങൾ എല്ലാ ദിവസവും നറുക്കെടുപ്പ് നടത്തും, ഈ പ്രാവശ്യത്തെ പ്രൈസ് കിട്ടിയ ചിത്തിരയ്ക്കാണ്, അതിൻ്റെ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയും. ചിത്തിരയോ? ചിത്തിര ഒരു കൊച്ചു കുട്ടിയാണ്, ചിത്തിരയൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ കടയിൽ നിന്ന് വള വാങ്ങിച്ചത്, നിങ്ങൾക്ക് തെറ്റുപറ്റി പോയതായിരിക്കും എന്ന് ക്യാപ്റ്റൻ പറയാട്ടോ ചെയ്യുന്നത്. അല്ലല്ല, ചിത്തിര തന്നെയാണ്, ഇവിടുത്തെ അഡ്രസ്സാണ് തന്നത്, അതനുസരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയാട്ടോ ചെയ്യുന്ന ആ ജ്വല്ലറി ഉടമ. അപ്പോൾ ഉടനെ തന്നെ ചിത്തിരയെ വിളിക്കാട്ടോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കുമെന്ന് ആ ജ്വല്ലറി കാരനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചിത്തിര ഇറങ്ങി വരുന്നു. ആ ജ്വല്ലറി ഉടമയെ കാണുമ്പോഴത്തേക്കും ചിത്തിര അങ്ങ് ഞെട്ടിത്തരിച്ച് നിൽക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട്, നീ സത്യം പറയടി, നീ ഇവരുടെ കടയിൽ നിന്ന് വള വാങ്ങിച്ചോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. നിന്നോടല്ലേ ചോദിച്ചത്, ഇയാളുടെ കടയിൽ നിന്ന് നീ സ്വർണ്ണ വള വാങ്ങിച്ചു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ക്യാപ്റ്റൻ അപ്പം ഞെട്ടുന്നുണ്ട് കേട്ടോ. സ്വർണ്ണ വളയോ? അതേ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതിന് നിനക്ക് എങ്ങനെ ധൈര്യം തോന്നി? അപ്പോൾ ഉടനെ തന്നെ എന്നാൽ ഇപ്പം മനസ്സിലായില്ലേ, എന്നാൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് സ്വർണ്ണക്കടക്കാരൻ നീട്ടുമ്പോഴത്തേക്കും, ഗെറ്റ് ഔട്ട്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് നിങ്ങളുടെ ഗിഫ്റ്റും വേണ്ട, ഒന്നും വേണ്ട. കൊച്ചു കുട്ടികൾ വന്ന് സ്വർണം മേടിക്കാനായിട്ട് നിന്ന് തരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങി സ്വർണം വാങ്ങിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അതിന് ചിത്തിര ഒറ്റയ്ക്കല്ല മാഡം വന്നത്, കൂടെ ആൾക്കാരുണ്ടായിരുന്നു. ഓഹോ, കൂടെ ആൾക്കാരുണ്ടായിരുന്നല്ലേ? എന്തായാലും തൻ്റെ ഗിഫ്റ്റ് ഞങ്ങൾക്ക് വേണ്ട, താൻ ഈ ഗിഫ്റ്റ് വേറെ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കും, മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞ് അയാളെ ആട്ടി ഒടിച്ച് വിടുക കേട്ടോ ചെയ്യുന്നത്. ശംഖു, ഇതൊന്നും എനിക്ക് സഹിക്കാനായിട്ട് സാധിക്കത്തില്ല, അവരെ മര്യാദയ്ക്ക് വിളിച്ചുകൊണ്ട് വാന്ന് പറയുന്നു. പിന്നീട് ശങ്കർദാസ് പോയിട്ട് മല്ലികാമ്മയെ പുറത്തിറക്കാട്ടോ ചെയ്യുന്നത് പട്ടിക്കൂട്ടിൽ നിന്ന്. അപ്പോഴത്തേക്കും തന്നെ ശങ്കർദാസ് പറയുന്നുണ്ട്, എന്തൊക്കെ മണ്ടത്തരമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്, ഇനി നിങ്ങളെ എനിക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും. ഒരു കണക്കിന് ശരി തന്നെയാണ്, ചിത്തിര കാണിച്ച മണ്ടത്തരങ്ങളുടെ പരിണിത ഫലമാണ് കേട്ടോ മല്ലികാമ്മ ഈ കിടന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. പിന്നീട് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വള വാങ്ങിച്ചു തന്നോ ഇവിടെ, ആ വള എവിടെയെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് മല്ലികാമ്മ ആ വള അങ്ങ് ഊരുകട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ക്യാപ്റ്റൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഒരു കുട്ടിയെ പറ്റിച്ച് വളയും മാലയൊക്കെ സ്വന്തം
സ്വന്തമാക്കാനായിട്ട്. ഓ, നിങ്ങൾ എവിടുത്തെ കാര്യമാണ്, ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ ഇവിടെ വച്ച് പൊറപ്പിക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട്, ആയെ കുറ്റമൊന്നും പറയണ്ട, അവർ വേണ്ട വള വേണ്ട എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഞാനിത് കട്ടും ഒട്ടിച്ചും ഒന്നുമല്ല ഇവർക്കിത് വാങ്ങിച്ചു കൊടുത്തത്, ക്യാപ്റ്റൻ തന്ന മാല വിറ്റിട്ടാന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ അങ്ങ് ഞെട്ടുക കേട്ടോ ചെയ്യുന്നത്. കൂടുതൽ ദേഷ്യം ആവുന്നുണ്ട് കേട്ടോ. ഞാൻ കൊടുത്ത മാല വിറ്റുന്നു, ആരോട് ചോദിച്ചിട്ടാടി നീ ഞാൻ തന്ന മാല വിറ്റത്, നിനക്ക് എങ്ങനെ സാധിക്കുന്നടി ആ മാല വിൽക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ കലി തുള്ളു കേട്ടോ ചെയ്യുന്നത്. ഇനി ഒന്നും നോക്കാനില്ല, ഇങ്ങനൊരു സ്ത്രീയെ എനിക്കിവിടെ ആവശ്യമില്ല, ഇവരുടെ സേവനം എനിക്ക് മതിയായി, ഇവരോട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ, നിങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോകാം ഇവിടെ നിന്നെന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ മല്ലികാമയെ അടിച്ചിറക്കുക കേട്ടോ ചെയ്തത്. ഇത് കേൾക്കുന്ന മല്ലികാമയ്ക്ക് ആകെ സങ്കടമാവുകയും ഞെട്ടുകയും ചെയ്യുന്നുണ്ട്. ചിത്തിരയെ പിരിയാനായിട്ട് മല്ലികാമയ്ക്ക് കഴിയത്തില്ല. പക്ഷേ ഇനി ഒരു രക്ഷയുമില്ല കേട്ടോ, ക്യാപ്റ്റൻ അടിച്ചിറക്കി വിടാൻ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. മല്ലികാമയാണെങ്കിൽ അവരോട് കൈകൂപ്പി മാപ്പ് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. എനിക്ക് മാപ്പ് തരണം മാം സാബ്, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യത്തില്ല, ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. മല്ലികാമ ഇത് എത്ര പ്രാവശ്യമാണ് ചിത്തിരയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നതല്ലേ. പിന്നീട് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, നിങ്ങളുടെ സേവനം എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത്, നിങ്ങളൊരു മാപ്പും ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ തുള്ളു കേട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ അലറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മല്ലികാമയ്ക്ക് മനസ്സിലാവുന്ന ഇനി ഒരു രക്ഷയില്ല, കാല് പിടിച്ച് നോക്കുക കേട്ടോ ചെയ്യുന്നത്, കാല് തട്ടി തെറിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇറങ്ങി പോടി ഇവിടെ നിന്ന്, ഗെറ്റ് ഔട്ട് എന്നല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചങ്ങോട്ട് ഇറക്കുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ചിത്തിരയെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ. കാരണം ചിത്തിരയുടെ അബദ്ധം കാരണമാണ് മല്ലികാമയ്ക്ക് അവസ്ഥ വന്നത്. പക്ഷേ ഒരു കൊച്ചു കുട്ടിയാണ് ചെയ്യുന്നത്, അതിനെ പറഞ്ഞ് വിലക്കേണ്ടതുമാണ്, അതും ചെയ്യുന്നില്ല. പിന്നീട് ബാഗൊക്കെ എടുത്ത് ഡ്രൈവർ കൊടുക്കുന്നു. മല്ലികാമ ഇറങ്ങിപ്പോകുന്നു. തിരിഞ്ഞു പോലും ചിത്തിരയെ നോക്കുന്നില്ല കേട്ടോ. ചിത്തിര കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നുള്ള തോന്നൽ ചിത്തിരയ്ക്കുണ്ട് കേട്ടോ. പക്ഷേ തൻ്റെ സ്വന്തം അച്ചമ്മയോടല്ലേ താൻ സ്നേഹം കാണിക്കുന്നതെന്നുള്ള ചിന്ത ആ കുഞ്ഞു മനസ്സിനുമുണ്ട്. മല്ലികാമ പോകുന്ന ആ കാഴ്ചയും തിരിഞ്ഞു നോക്കാതെ പോകുന്ന ആ കാഴ്ചയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ആ കാഴ്ചയും ചിത്തിരയ്ക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. അത്രത്തോളം പ്രഷർ ചിത്തിരയുടെ തലയിലേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മല്ലികാമ ഗേറ്റ് കടന്നു പോകുന്നു. തിരിഞ്ഞു നോക്കാതെ മല്ലികാമ ഗേറ്റ് കടക്കുമ്പോൾ പൊട്ടിക്കരയുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇനി എന്ത് ചെയ്യാനാണ്, എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ മല്ലികാമ പുറപ്പെടുന്നു. ചിത്തിരയ്ക്ക് പെട്ടെന്ന് തല കറങ്ങുക കേട്ടോ ചെയ്യുന്നത്. ടെൻഷൻ താങ്ങാനാവാതെയാണ് ചിത്തിരയ്ക്ക് ആ ദുരന്തം വരുന്നത് കേട്ടോ. ചിത്തിര അവിടെ തല കറങ്ങി വീഴുക കേട്ടോ ചെയ്യുന്നത്. ചിത്തിര തല കറങ്ങി വീഴുമ്പോഴത്തേക്കും ഇനി എല്ലാ കാര്യങ്ങളും മറിയും കേട്ടോ. കാരണം ചിത്തിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും മല്ലികാമ സഹിക്കത്തില്ല. ഇനി ക്യാപ്റ്റന് ഇത്രത്തോളം ദേഷ്യപ്പെടുകയും ഇത്രത്തോളം വികാരം കൊള്ളുകയും പൊട്ടിത്തെറിക്കുകയും ഒരു കൊച്ചുകുട്ടി എന്നുള്ള പരിഗണന കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തതിന് ക്യാപ്റ്റൻ എന്തായാലും ശങ്കർദാസ് നല്ല രീതിയിൽ എടുത്തിട്ട് കൊടയും എന്നുള്ളതിലും സാധൊരു സംശയമില്ല കേട്ടോ. പിന്നീട് രാഗിണി അങ്ങോട്ടേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഗിണി മല്ലികാമയെ കാണുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ എടുക്കുക രാഗിണി പറയുന്നുണ്ട്, ചേച്ചിയെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എന്താ കാര്യമെന്ന് മല്ലികാമ ചോദിക്കുമ്പോഴത്തേക്കും ചേച്ചിക്ക് അറിയാമല്ലോ, പരസ്പരം എല്ലാവരും സഹായിക്കുകയും എടുക്കുകയൊക്കെ വേണം. പക്ഷേ എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഭർത്താവിനെ തിരിച്ച് കിട്ടിയത്, ഇനി എനിക്ക് നഷ്ടപ്പെടുത്താനൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മകനെയോ എൻ്റെ ഭർത്താവിനെയോ വെറുതെ വിടണം, ഇനി അവരുടെ കൂടെ കൂട്ടുകൂടി നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചിത്തിരയും ഇനി അവരുമായിട്ട് യാതൊരു രീതിയിലും ബന്ധപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ക്യാപ്റ്റനെ ഈ ചിത്തിരയുടെ ഈ വിവരം അറിയുമ്പോൾ തന്നെ ചവിട്ടി കൂട്ടി മല്ലികാമ ചിത്തിരയുമായിട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ കേട്ടോ. അതിന് ശേഷമാണ് നേരെ രാഗിണിയുടെയും മഹേഷിൻ്റെ അടുക്ക ചെന്നിട്ട് രാഗിണിക്കും കൊടുക്കാനുള്ളത് കൊടുക്കും. ആ സീനൊക്കെ നമുക്ക് ഒരു ഫോട്ടോയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും മല്ലികാമ ക്യാപ്റ്റനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ചിത്തിരയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ മല്ലികാമയ്ക്ക് സഹിക്കാനും പോകുന്നില്ല. കുട്ടപ്പായൊക്കെ പഞ്ഞി കിട്ടതുപോലെ തന്നെ ക്യാപ്റ്റനെയും പഞ്ഞി കിടുന്നത് കാണാൻ സാധിക്കും.